ഹലോ. ഇല്ല. അല്ല, ഉം. നമ്മൾ ഇന്നലെ പോയ സ്ഥലം നിനക്ക് ഓർമ്മയുണ്ടോ? അത് ശരി. ഇന്നലെ പോയ സ്ഥലം എനിക്ക് ഓർമ്മയില്ലണ്ടാന്നാ പിന്നെ അങ്ങോട്ടേക്ക് പോയത്. അല്ല, ഞാൻ വിചാരിച്ചു നീ അതെല്ലാം മറന്നു പോയിട്ടുണ്ടാവും. ഞാനതൊന്നും മറന്നിട്ടില്ല. ഞാൻ പ്ലാൻ ചെയ്തിട്ടല്ലേ അങ്ങോട്ട് വിട്ടിന്. അല്ലേ എന്നോട് പറഞ്ഞത്. ഉം. എന്താ ഇപ്പൊ അത് പറയേ? നമ്മള് അല്ല, എത്ര കളിച്ച സ്ഥലാന്നല്ലേ. അതന്നെയാണ് ആദ്യത്തെ തരാന്നല്ലോ എല്ലാ കാര്യങ്ങളും ഓർമ്മ വരുന്നത്. നീ എന്നെ പണ്ട് കോളേജിൽ നിന്ന് ഉം. എപ്പം കൊണ്ടുവന്ന സ്ഥലല്ലേ. അതെയാ. ഉം. എല്ലാം ഓർമ്മയുണ്ടല്ലോ അല്ലേ? അത് കണ്ടപ്പോ എനക്ക് പഴയ കാലം ഓർമ്മ വന്നിട്ടാ. അതെല്ലാം ഓർമ്മ വരാൻ വേണ്ടിയിട്ടാണ് എന്നോട് പറഞ്ഞത്. നമുക്ക് ഒരു പ്രത്യേക സ്ഥലത്ത് ടൂർ പോകാം. അതാണല്ലേ നീ പറയാണ്ട് കൊണ്ടുപോയെന്നെ. എനിക്ക് ഓർമ്മ വരുമോ നോക്കാൻ വേണ്ടിട്ടാണ്. ആടെ എത്തിയപ്പോ നിനക്ക് പഴയ ഓർമ്മയെല്ലാം തിരിച്ചു വന്നു. അല്ല, എന്നിട്ട് ഇന്നലെ കയ്യോടെ പറയേന്. അതെന്നേരം പറയണ്ട, നീ എനിക്ക് ഓർമ്മയില്ലേ. ഞാന് ഇനിയും ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ പോകാനുണ്ട്. അതുകൊണ്ടെന്താ എനിക്ക് പഴയ നമ്മളെ കളിയിൽ ഓർമ്മ ഒന്നുമില്ല. അവിടെ എത്തിയാലും പിന്നെ നീ പറയാനുണ്ട എന്തെല്ലാം കളികളല്ലേ. ഒന്നും ആരോടും പറയരുത് കേട്ടാ. എന്നാ അല്ല, പുറത്താരോടും പറയണ്ടെന്ന് പറയാ. ആയിരിക്കും നമ്മ കോളേജിലെ അധികം അറിയാ. ഇപ്പൊ ആയിരിക്കും അറിയില്ലാന്നല്ലോ. കോളേജിൽ നമുക്ക് ഇങ്ങനെ പോകുന്നല്ലേ ഉള്ളൂ. നമ്മളെ കളീനെ പറ്റിയൊന്നും അവർക്ക് അറിയില്ലല്ലോ കോളേജിലോട്ട്. അപ്പം ഇന്നലത്തെ കളി എന്നുണ്ടെങ്കിലും അന്നേരം ഇന്നലത്തെ കളി പണ്ടത്തെ കളി വെച്ച് നോക്കുമ്പോ ഒന്നുമല്ല അല്ലേ. എല്ലാം കൂടി അങ്ങനെയാ തോന്നിയേ. എനിക്കെങ്ങനെ തോന്നി? എനിക്ക് പണ്ടത്തെ കളിയും അതിനേക്കാൾ സൂപ്പർ. പണ്ട് നമ്മൾ എന്താ പറയാ നിർബന്ധിച്ചിട്ടും അല്ലല്ലേ കളിക്കുന്നത്. ഞാനങ്ങോട്ട് നിർബന്ധിക്കും. അതൊരു രസം തന്നെയല്ലേ. അതെപ്പോ അങ്ങനെ തന്നെ. ഇനിയിപ്പോ കുറെ കഴിഞ്ഞിട്ട് ഇതൊക്കെ ആലോചിക്കുമ്പോ നല്ല രസവും പിന്നെ കുറെ തമാശയൊക്കെ ആയിട്ട് തോന്നും. പിന്നെ ഇപ്പൊ നമുക്ക് എല്ലാം അറിയുന്നതാണല്ലോ. അല്ല, ഇപ്പൊ പിന്നെ എല്ലാം അറിയാം. പക്ഷെ അതില് വലിയ രസമൊന്നുമില്ല. അതെന്താ രസമില്ലാണ്ടേ? രസമില്ലാന്നല്ല, പണ്ടത്തെ അത്ര പോരാന്നല്ലോ പറഞ്ഞിട്ടുള്ളൂ. പണ്ട് ഇത് ആരും കാണാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ കാട്ടിന്റെ ഉള്ളിലേക്ക് കയറി പോകുന്നില്ലേ. ആ കാടിപ്പോ അതുപോലെയാണ് നടക്കുന്നത്. മനസ്സിലായില്ലേ? ഓരോ സ്ഥലവും നമ്മളെ കളിച്ച് നടന്ന സ്ഥലങ്ങളാണ്. എനിക്കല്ലേ അങ്ങനെ തോന്നേ അവിടെ തന്നെ പോകാന്ന്. പഴയ ഓർമ്മകളൊക്കെ ഒന്ന് ഓർത്തെടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടേ. ഞാൻ പിന്നെ ഇതുവരെ അങ്ങോട്ട് പോയിട്ടൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ ഒരു അവസരം കിട്ടിയാലും നിന്നെയും കൊണ്ട് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു. ആ പുഴയും അതില് ഉള്ള കുളിയല്ലേ. പക്ഷേങ്കില് കൊറേ ആൾക്കാർ അന്നേരം നമ്മളെ കളി കാണാൻ വേണ്ടി ഒളിഞ്ഞു നിന്നിട്ട് വന്ന ആൾക്കാരെല്ലാം ഉണ്ട് കേട്ടോ. അതൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പിന്നെയാണ് അറിഞ്ഞത്. നീ പറയണ്ട. അത് പിന്നെ ഓരോരുത്തന്മാർ നമ്മളടുത്ത് പറഞ്ഞ് നമ്മളിങ്ങനെ ശല്യപ്പെടുത്തായിട്ടാണ് മോനെ, നിങ്ങളെ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടിന് കേട്ടോ. അവരെന്തെല്ലാം കണ്ടിനെന്ന് അറിയില്ല. മിക്കവാറും നമ്മളവിടെ ഇരുന്ന് സംസാരിക്കുന്നില്ലാന്ന് കണ്ടിട്ടുണ്ടാവും. ബാക്കിയൊക്കെ ഇപ്പൊ നമ്മളങ്ങ് ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ബാക്കിയൊന്നും കണ്ടിട്ടില്ലല്ലോ. ബാക്കിയൊന്നും കാണൂലെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ട് തന്നെ ആസ്വദിച്ചിട്ട്. അല്ലേ, ഇനിയിപ്പൊ അങ്ങനെ പറയാനേ പറ്റൂ. അവര് കണ്ടിട്ട് ആസ്വദിച്ചിട്ടുണ്ട്, ആസ്വദിക്കട്ടെ. പിന്നെ അന്നത്തെ അതിപ്പോ ഇപ്പൊ ആലോചിക്കുമ്പോ ഒരു സുഖമില്ലേ. അതേ സുഖം കുറെ കഴിഞ്ഞിട്ടാകുമ്പോ ഇന്നത്തെ ആലോചിക്കുമ്പോ ഒരു സുഖം ഉണ്ടാവും. പ്രായമൊന്നുമില്ല. കുറച്ചും കൂടി കഴിയുമ്പോ നമ്മളവിടെ പോയിട്ട് നമ്മളിവിടെ പോയിട്ട് എന്ന് പറയാ. ഓർത്തിരിക്കാൻ പറ്റും. അതുപോലെ തന്നെ
ഇനിയും ഒന്ന് രണ്ട് സ്ഥലങ്ങളിലും കൂടി പോകാനുണ്ട്. ഏത് സ്ഥലം? അതൊന്നും മുൻകൂട്ടി പറയില്ല. എനിക്ക് അറിയുന്ന സ്ഥലം തന്നെയാണ്. നമ്മൾ പോയതെന്നിരിക്കില്ലേ? ആയിരിക്കുമല്ലോ. നേരെ നമ്മൾ ഒരുപാട് നടന്ന കളിയായിരുന്നല്ലോ. ഓടി നടന്നുള്ള കളിയായിരുന്നില്ലേ? അതൊന്നും ഓർമ്മിപ്പിക്കല്ല. ഒരു സമയം തന്നെയും നല്ലതല്ലേ? ഒരു സമയം നല്ലത്. പക്ഷേ അന്ന് അത്രയും പേടിച്ചല്ലേ നമ്മള് പോയിനത്. അത്ര പേടിച്ചിട്ടാണെങ്കിൽ ഇന്ന് പേടിയില്ലാണ്ടാവൂന്ന്? അങ്ങനെയല്ല. അന്ന് എന്തെല്ലോ പേടിയായിരുന്നു. ഇന്ന് പിന്നെ അത്ര പേടിയില്ലല്ലോ. അന്ന് പേടിച്ചിട്ടാണെങ്കിലും അതിനൊരു രസമുണ്ട്. അപ്പൊ ഇപ്പം രസമില്ലേ? ചെറിയ പ്രായം ഇപ്പം ചെറുതന്നെയല്ലേ? വലിയ പ്രായം ചെറിയ തന്നെ. പക്ഷേ അന്നത്തെ ആ പ്രായത്തിലുള്ള കളിച്ച് നീ ആലോചിച്ചു നോക്ക്. കാര്യങ്ങളൊന്നും അറിയാണ്ടുള്ള കളികളാണല്ലോ കളിക്കുന്നത്. ഒരു 10, 18, 19 വയസ്സിലല്ലേ ഉള്ളത്. പോയോന്ന് നല്ല മൂടായിരുന്നു. കേൾക്കുന്നില്ലേ? ഇപ്പം കേൾക്കുന്നുണ്ട്. എന്റെ കാര്യത്തില് നല്ല മൂടായിരുന്നു. എനിക്ക് പിന്നെ എന്നാ ഇനി മൂടിന് കുറവ് വരേണ്ടത്? ഇപ്പൊ ആരുമില്ല, പണ്ടുമായിരുന്നില്ല. നല്ല മൂടാണ്. അങ്ങനെ ഇന്നലെ ഞാൻ ശരിക്കും നിന്റെ മൂടും സൂപ്പറായിട്ടാണ് കണ്ട്. നല്ല മൂടായിരുന്നു. അവിടെ കൊറേ പൂ വിരിഞ്ഞിരുന്നില്ലേ? പൂ നല്ലോണം വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയെല്ലാം ശരിക്കും കണ്ട്. കാരണം സൂര്യപ്രകാശത്തിൽ കാണുമ്പോൾ അതിന് പ്രത്യേക സ്റ്റൈലും രസമൊക്കെ ഉണ്ട് കേട്ടോ. രസമുണ്ടാവും. നമ്മുടെ കളീന്റെ സമയത്ത് അതിലോട്ട് ആരെങ്കിലും ഒക്കെ വഴിപോകുന്നുള്ള സംശയമായിരുന്നു. കളിസ്ഥലാന്നോ അല്ലെങ്കിൽ വഴിപോകുന്ന സ്ഥലമാണോ അറിയില്ലല്ലോ. ആ കാട്ടിലാരേരെ നമ്മളെപ്പോലെയുള്ള ആൾക്കാർ വന്നുകൂടാന്നില്ല. പക്ഷെ ഇപ്പൊ കാട്ടിലൊന്നും ആരും പോകുന്നില്ലെന്നോ. ഇല്ല, പണ്ട് കാടൊന്നും ഒരു പ്രശ്നമല്ല. പണ്ട് കൊടയിലെടുത്തിട്ട് മറക്കി പിടിച്ച്. ഇപ്പം കാട്ടിലൊന്നും പോണ്ട കാര്യമില്ല. സർവ്വസാധാരണം ആയതുകൊണ്ട് അങ്ങനെ നമ്മളെയൊക്കെ ഉണ്ടാവുള്ളൂ ഈ കാട്ടിലൊക്കെ പോകും. നമ്മളൊക്കെ ഉണ്ടാവും കാട്ടിലൊക്കെ പോകുന്നത്. ബാക്കി എല്ലാവരും എല്ലാ കളി ആൾക്കാരെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. നമ്മളെ എന്താ വിളിക്കണ? കുറച്ച് ശബ്ദമില്ലേ? ഇനിയും ഞാനിരുന്ന് അലറി വിളിച്ച് സംസാരിച്ചാല് റോട്ടുമുന്നോട്ട് പോകുന്ന ആൾക്കാർക്ക് കേൾക്കും. അല്ലെ തന്നെ ബൈക്ക് നിർത്തിയിട്ട് സൈഡിൽ വിളിക്കുമ്പോൾ അടുത്ത് മറിയാൻ തുറച്ച് നോക്കിക്കൊണ്ടാ പോവുക. കൊറേ നേരം സംസാരിക്കുന്നതാണല്ലോ. അപ്പൊ ഞാൻ സൗണ്ടിൽ ഇതെല്ലാം സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചുറ്റും ആൾക്കാരുണ്ടാവും കേൾക്കാൻ വേണ്ടിട്ട്. ആൾക്കാരെ കേൾക്കുന്നതാ ഭയങ്കര രസമാവും. പിന്നെ അതുകൊണ്ട് നാളെ നമ്മളെങ്ങോട്ടാ? നാളെ നീ ഏതോ സ്ഥലം പറഞ്ഞില്ലേ? സ്ഥലം പറഞ്ഞേ അങ്ങോട്ടന്നെ വിടല്ലേ? അങ്ങോട്ട് പോകും. പിന്നെ ഇന്നത്തെ പോലെ അല്ലേ? വേഗം വേഗമുള്ള വേണേ കറക്റ്റ് സമയത്ത് എത്തിച്ചേരും കേട്ടോ. എനിക്ക് ഇന്നലെ നീ കൊണ്ടുവിട്ടില്ലേ? സമയത്ത് എത്തിയാൽ മതി. ഓക്കെ, സമയത്ത് പോണ്ടത് ഇതാക്കാം. ദൂരെയൊന്നുമല്ലല്ലോ. ദൂരെയാണോ പോവാ നാളെ? ദൂരെയൊന്നുമല്ല, എന്നാ കുറച്ച് ദൂരെയാണ്. നമുക്ക് വണ്ടിയില്ലേ എന്ന്.
ഉം. ഓക്കെ, ആ. എന്നാ ഞാൻ രാവിലെ തുറന്നു തരാം. ഉം. ശരി. ഉം.